പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെ മത്സ്യകർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. ചത്ത മീനുകളെ ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു മത്സ്യകർഷകരുടെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി പി രാജീവ് ജനങ്ങൾക്കൊപ്പമാണോ വ്യവസായികൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു കമ്പനികൾക്കെതിരായും ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കമ്പനികൾക്കെതിരല്ല, പക്ഷേ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള ആ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ഈ കമ്പനികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒന്ന്, വ്യവസായ മന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ശ്രദ്ധിക്കുന്നത്? ഇത്രയധികം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ടും വ്യവസായ മന്ത്രി ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പ് ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിനീത ബി.ജി. കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നിലവിൽ സമരമെല്ലാം അവസാനിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഉറപ്പാണ് ഈ മത്സ്യ കർഷകർക്ക് നിലവിൽ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്നത്? ഈ സംഭവം നടന്നിപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്താണ് ഇതിനുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് കണ്ടെത്താൻ സർക്കാരിനായിട്ടുണ്ടോ? പ്രവിത, ഇന്ന് രാവിലെ മുതലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായത്. ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതോപാധിയാണ്, അത് നഷ്ടമായതിനെ തുടർന്ന് വിവിധ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവുമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ മത്സ്യത്തൊഴിലാളികളുമായി ഒരു ചർച്ചയ്ക്ക് പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നൊക്കെ അവർ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചീഫ് എഞ്ചിനീയർ അവിടേക്ക് വന്നത്. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ചീഫ് എഞ്ചിനീയറെ തടയുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഈ ചത്ത മത്സ്യങ്ങളെ ഒടുവിൽ ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നത്. പിന്നീട് ഈ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചില ചർച്ചകൾ നടത്തി. ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അവർ പങ്കുവച്ചതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഈ കൂട് മത്സ്യകൃഷിയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്, അവർക്ക് ഏതാണ്ട് പാകമായിട്ടുള്ള മത്സ്യങ്ങളാണ്, അതായത് അടുത്ത ദിവസം വിപണിയിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചത്തു പൊങ്ങിയത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് അവർക്ക് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പുഴയോരത്തൊക്കെ ഈ ചത്ത മത്സ്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. ഇത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉയരുന്നുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിനുള്ള തുക അത് വഹിക്കണമെന്ന് ഇങ്ങനെ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് തീരുമാനിച്ചു. ഒപ്പം തന്നെ നഷ്ടപരിഹാരത്തിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താമെന്നും അത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 7 ദിവസത്തിനകത്ത് അതിന്റെ പുരോഗതി ഉണ്ടാകുമെന്നും ഒക്കെ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ അതേസമയം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അതായത് അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രവിത, പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെ മത്സ്യകർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനാണ് വ്യവസായ മന്ത്രിയും ഒപ്പം ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനീത ബി.ജി. ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.